ഞാൻ ഈ കുഞ്ഞു കുട്ടിയായിരുന്നപ്പോഴുള്ള എന്റെ ഒരു വലിയ സംശയമായിരുന്നു. ഞാനൊരു കടങ്കഥ ചോദിക്കാം. കണക്കിലെ കളി. അതായത് നമ്മൾ ഈ സഞ്ചാരം കാണുന്ന ഒച്ച കേൾക്കുന്ന ആളല്ല യഥാർത്ഥത്തിൽ ഈ പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആള് എന്നുള്ളത് ചെറിയ കുട്ടിയായിരിക്കുമ്പോഴേ അറിയാം. എന്തുകൊണ്ടായിരുന്നു നമ്മുടെ സ്വന്തം ശബ്ദത്തിൽ തന്നെ അത് ചെയ്യാമെന്ന് തോന്നാതിരുന്നത്? ഈ സ്വന്തം ശബ്ദത്തില് പരിപാടികൾ വന്നു തുടങ്ങിയത് എന്നാണ് അത് ഉത്തരം പറ. അത് ഈ വ്ളോഗുകളൊക്കെ തുടങ്ങിയപ്പോഴാണ്. അതിനു മുമ്പുള്ള ഡോക്യുമെന്ററികൾ കാണുന്ന ശീലം പൊതുവെ ആളുകൾക്കില്ല, പ്രത്യേകിച്ച് നിങ്ങൾക്കൊന്നും കാണാൻ വഴിയില്ല. ഒട്ടുമില്ല. അപ്പൊ ഞാൻ പൊട്ടനാ? ഇത്രയും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, ഞാൻ പൊട്ടനാ? എങ്ങനെയായിരുന്നു സാർ ഈ നമ്മൾ സാർ ഈ യാത്രകളൊക്കെ തുടങ്ങുന്ന സമയം എന്ന് പറയുന്നത് കുട്ടികളൊക്കെ ചെറുതാണ്, അവർക്ക് എന്റെ കുട്ടികളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് യാത്ര തുടങ്ങി. ഓ അത് ശരി. എന്നെ തേച്ചതാണല്ലേ? സാർ ഈ സഫാരി എന്ന് പറയുന്ന ഒരു ചാനൽ തുടങ്ങിയപ്പോ ഈ പരസ്യമില്ലാത്ത ചാനൽ എന്ന് പറഞ്ഞിട്ടാണല്ലോ എല്ലാവരും. അപ്പൊ ഞാൻ പറഞ്ഞില്ല, നാട്ടുകാരാണ്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് 8 മണിക്കൂർ ഓടണം. എന്തിനാ 1/2 മണിക്കൂർ അവിടെ പ്രസംഗിക്കാൻ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ എന്റെ ഒരു ദിവസത്തിന്റെ അതിന്റെ ഒരു കോസ്റ്റ് എത്ര വരും? പക്ഷെ സാർ അതിലൊക്കെ സന്തോഷം കണ്ടെത്തുന്നില്ലേ? ഇല്ല. വീണയെ നേരിട്ട് കണ്ടിട്ടാണോ ഇത്രയും നാൾ ആളുകൾ വീണയുടെ അഭിമുഖങ്ങൾ കേട്ടതൊക്കെ? അല്ലല്ലോ, ആരും കണ്ടിട്ടില്ലല്ലോ. നേരിട്ട് കണ്ടാൽ ചിലപ്പോ അഭിമുഖേ കാണുന്നത് വരില്ല. ഈശ്വര, വല്ലയിടത്തൂടെയും പോയ തീവണ്ടിക്ക് ഓടിച്ചൊന്നും തലവെച്ച പോലെ ആയല്ലോ. എന്നാലും നമ്മുടെ കയ്യിലുള്ള പൈസ ഒരു കാര്യം ചെയ്യേ, എന്താ വീണയ്ക്ക് വേണ്ട പറ. എന്നാ ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.